പാലാ പൊൻകുന്നം റോഡിലെ സൗരോർജ്ജ വിളക്കുകൾ കാലപ്പഴക്കത്താൽ നശിക്കുന്നു. വിളക്കുകളിൽ പലതും വാഹനമിടിച്ച് തകർന്ന നിലയിലും ബാറ്ററികൾ മോഷണം പോയ നിലയിലുമാണ്. 21 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിലുള്ള 400ഓളം വഴിവിളക്കുകളാണ് പ്രവർത്തനരഹിതമായത്. പാലാ മുതൽ പൊൻകുന്നം വരെയുള്ള ഭാഗത്ത് ഒരു വിളക്ക് പോലും തെളിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പാലാ പൊൻകുന്നം റോഡിൽ പലയിടത്തും വഴിവിളക്കുകൾ തകർന്നു കിടക്കുകയാണ്. വാഹനങ്ങൾ ഇടിച്ച് തകർത്തതാണ് ഇവയിലേറെ. ഇവയിൽ പലതിൻ്റെയും ബാറ്ററികൾ മോഷണം പോയിട്ടുണ്ട്. പാലാ പൊൻകുന്നം റോഡ് KSTP പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആയി നവീകരിച്ചപ്പോൾ സ്ഥാപിച്ച സൗരവിളക്കുകളാണ് നശിച്ചത്. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ വാഹനങ്ങൾ ഇടിച്ച് തകർന്നവ കൂടാതെയുള്ള 400ഓളം വിളക്കുകളും പ്രവർത്തനരഹിതമാണ്. പാലാ മുതൽ പൊൻകുന്നം വരെ ഒരു വിളക്കും തെളിയുന്നില്ല. ചില പഞ്ചായത്തുകൾ തങ്ങളുടെ പരിധിയിൽ വേറെ തോന്നിട്ട് LED വിളക്കുകൾ സ്ഥാപിച്ചത് മാത്രമാണ് ഇപ്പോൾ വെളിച്ചത്തിന് ആശ്രയം. എന്നാൽ ഇത് എല്ലായിടത്തുമില്ല. 45 മീറ്റർ ഇടവിട്ട് ഇരുവശങ്ങളിലുമായി ഉയരമുള്ള തൂണുകളിൽ സ്ഥാപിച്ച സൗരോർജ്ജ പാനലുകളും ബാറ്ററിയുമൊക്കെ ചേർന്ന വഴിവിളക്കുകൾ വാറണ്ടി കാലാവധി പിന്നിട്ടതോടെ പൂർണ്ണമായും തകരാറിലായതാണ്. ഇപ്പോൾ 2 വർഷത്തിലേറെയായി ഒരെണ്ണം പോലും തെളിയുന്നില്ല. വാഹനങ്ങളിടിച്ച് കേടായ വിളക്കുകൾക്കെല്ലാം 50,000 മുതൽ 1,00,000 രൂപ വരെ വാഹന ഉടമകളിൽ നിന്ന് സർക്കാരിലേക്ക് നഷ്ടപരിഹാരം ഈടാക്കിയെങ്കിലും ഒന്നുപോലും പുനഃസ്ഥാപിച്ചില്ല. ബാറ്ററിയുടെയും പാനലിൻ്റെയും തകരാർ മൂലം ബാക്കി വഴിവിളക്കുകളും പ്രവർത്തനരഹിതമായതോടെ നിരവധി ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടു. രാത്രി വെളിച്ചമില്ലാത്തതിനാൽ നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ റോഡിൽ രാത്രി സമയങ്ങളിൽ കാൽനടയാത്രികരെ വാഹനമിടിക്കുന്നതും പതിവാണ്. ഹെഡ്ലൈറ്റിൻ്റെ തീവ്രപ്രകാശത്തിൽ വഴിയാത്രക്കാരെ ഡ്രൈവർമാർക്ക് കാണാനാകില്ലെന്നതാണ് പ്രശ്നം. വഴിവിളക്കുണ്ടായിരുന്നുവെങ്കിൽ വഴിയോരവും കാൽനടയാത്രികരും ദൃശ്യമാകുമായിരുന്നു. എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.